ഇനി എന്തെങ്കിലും കുഞ്ഞാണെങ്കിൽ ചോക്ലേറ്റ്സോ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്നാഗ്രഹമുണ്ട്. പുതിയ ജീവിതം പോലെ ഉണ്ട്. എൻ്റെ ഒരു സമ്മാനം എന്താ പറയുന്ന അറിയില്ല മക്കളെ. നമ്മളെല്ലാവരും ഏറെ ഇഷ്ടത്തോടു കൂടി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. റാന്നി മക്കപ്പുഴ സ്വദേശിനി അദ്വൈത കോഴഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അലൈഡ് ഹെൽത്ത് 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. വഴിയിൽ കിടന്ന് കിട്ടിയ സ്വർണ്ണമാല ഇടം വലം നോക്കാതെ തൊട്ടടുത്ത കടയിൽ ഏൽപ്പിച്ചു മടങ്ങിയ പെൺകുട്ടി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് അഞ്ജലിയുടെ ജീവന്റെ ജീവനായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് തിരിച്ചു കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെന്നും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ ഏൽപ്പിച്ച മാല ഉടമ അനിൽകുമാർ ആറന്മുള പോലീസിന് കൈമാറി. ആഭരണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി എത്തിയ അഞ്ജലിക്ക് പിന്നീട് പോലീസ് തന്നെ മാല കൈമാറുകയായിരുന്നു. അദ്വൈതയുടെ നല്ല മനസ്സിന് ജ്വല്ലറി ഉടമയും കൊടുത്തു ഒരു സ്വർണ്ണമോതിരം സമ്മാനം. ഏറ്റവും അടുത്ത് കണ്ടൊരു സ്ഥാപനത്തിൽ അങ്ങ് ഏൽപ്പിച്ചേച്ച് കുട്ടി അങ്ങ് രക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് വയ്യാന്ന് ഞാൻ നമ്പർ ചോദിച്ചിട്ടും തന്നില്ല. കടയിൽ കസ്റ്റമറും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അവിടെ നമ്പർ ചോദിച്ച് കിട്ടിയില്ല. പക്ഷേ ആ കുട്ടിയുടെ സത്യസന്ധതയിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടതിന് അവരെ എല്ലാവരും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. മാല നഷ്ടപ്പെട്ട ശനിയാഴ്ച പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആറന്മുള പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. അദ്വൈത മാല ഏൽപ്പിക്കുമ്പോൾ ജ്വല്ലറിയിൽ ആഭരണം വാങ്ങാനായി ഉണ്ടായിരുന്ന സീനിയർ വിദ്യാർത്ഥിനിയെ വീണ്ടും കാണാൻ ഇടയായത് കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു കണ്ണിയായി. നമുക്ക് തന്നെയാണെങ്കിലും ഒരു വിഷമമായിരുന്നു. നമ്മുടെ ഒരു സാധനം കളഞ്ഞു പോകുമ്പോൾ നമുക്കും ഒരു വിഷമമല്ലേ, നമ്മളും ഒരുപാട് വിഷമിച്ച് നടക്കത്തില്ല. അപ്പം അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ആ വിഷമം ഓർത്തിട്ടാണ് ഞാൻ അടുത്തൊരു കടയിലേക്ക് കൊടുത്തിട്ട് പോയത്. കിട്ടിയത് വളരെയധികം സന്തോഷം. നഷ്ടപ്പെട്ട മാല ഉടമയ്ക്ക് തിരികെ കിട്ടാൻ ഇടപെട്ട അദ്വൈതയ്ക്ക് സമ്മാനങ്ങളുമായി ആറന്മുള പോലീസും അടുത്ത ദിവസം എത്തുന്നുണ്ട്. MS സുജിത്തിനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തത്സമയം ചേരുന്നുണ്ട്. ഞാനങ്ങനെ മുഴുകിയ ആ റിപ്പോർട്ട് നിങ്ങളോടൊപ്പം തന്നെ കണ്ടു നിൽക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ മലയാളികൾ പൊളിയാണെന്ന് ഞാൻ പറയുമ്പോൾ സമ്മതിച്ചു തരാറില്ല അഭിലാലെ ആരും. പക്ഷേ മലയാളികൾ പൊളിയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എത്ര സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു അഭിലാലെ അത്. വഴിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാല ജ്വല്ലറിയിൽ ഏൽപ്പിച്ച് കടന്നുപോയ ആ പെൺകുട്ടിയെ കണ്ടെത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഉണ്ടായത്. ആറന്മുള സ്റ്റേഷനിൽ നിന്ന് ബിന്ദുലാലാണ് ഈ വിവരം വിളിച്ചറിയിക്കുന്നത്. മറ്റ് 2 പേർ കൂടി ഈ അദ്വൈതയെ കണ്ടെത്തിയതിൽ നിർണായക പങ്കുണ്ട്. അതിലൊരാൾ സർക്കിൾ ഇൻസ്പെക്ടർ പ്രവീണും മറ്റൊരാൾ ഹരീന്ദ്രൻ നായരുമാണ്. മാലയുടെ ഉടമ അഞ്ജലിയും ജ്വല്ലറി ഉടമ അനിൽകുമാറും അദ്വൈതയ്ക്ക് സ്വർണ്ണ മോതിരങ്ങൾ സമ്മാനമായി നൽകി. അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടു പോയി എന്ന് കരുതിയത് കേവലം 1 ലക്ഷം രൂപ വിലയുള്ള ഉരുപ്പടിയായിരുന്നില്ല, മറിച്ച് പവിത്രമായ ദാമ്പത്യത്തിൻ്റെ താലിച്ചരടായിരുന്നു. അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ഉടമയുടെ കയ്യിലേക്ക് തന്നെ ആഭരണം എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്തിച്ച ആ പെൺകുട്ടിയുടെ നല്ല മനസ്സിനുള്ള സമ്മാനമായിരുന്നു. റാന്നി പ്ലാച്ചേരിക്ക് സമീപമുള്ള അദ്വൈതയുടെ വീട്ടിലെ ആ കൂടിക്കാഴ്ചയിൽ അനിൽകുമാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുബലക്ഷ്മി, മാലയുടെ ഉടമ അഞ്ജലി, അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ അവിടുത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ തന്നെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റും. എല്ലാവർക്കും സന്തോഷം അഭിലാൽ. അവർക്കൊന്നും മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷമാണ്. അവിടെ പൊന്നിൻ്റെ വിലയൊന്നുമല്ല മനസ്സിന് എന്ന് മനസ്സിലാക്കി തരുന്നു. സ്നേഹത്തിനും കരുതലിനും സത്യസന്ധതയ്ക്കും ഒക്കെ അതിലേറെ വിലയുണ്ട്, തിളക്കമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്.